നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ നിരവധി സെലിബ്രിറ്റികൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരുന്നു. വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന വഴി പല താരങ്ങളും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ സെലിബ്രിറ്റികളുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന അപൂർവം സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ 2011 കാവ്യമാധവൻ വോട്ട് ചെയ്യാനെത്തിയപ്പോഴുണ്ടായ ചർച്ചകൾ മലയാളത്തിൽ പിന്നീട് ഇന്ന് വരെയും ആവർത്തിച്ചിട്ടില്ല. കാവ്യമാധവനെ ഏറെ വിഷമിപ്പിച്ച സംഭവമായിരുന്നു ഇത്. കാറിൽ നിന്നിറങ്ങി ക്യൂവിൽ നിൽക്കാതെ പോളിംഗ് ബൂത്തിലേക്ക് നേരെ കയറുകയായിരുന്നു കാവ്യമാധവൻ. ഇതോടെ ക്യൂവിൽ നിന്ന് ഒരാൾ എതിർത്തു. പോലീസ് ഉൾപ്പെടെ പറഞ്ഞു നോക്കിയിട്ടും ഇയാൾ വഴങ്ങിയില്ല. നടക്കില്ല, ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യാനെങ്കിൽ മര്യാദയ്ക്ക് വരിയിൽ നിന്നു എന്ന് പറഞ്ഞു. ഇതോടെ കാവ്യ പുറത്തേക്ക് വന്നു. ഇയാൾ കാവ്യയോടും രൂക്ഷമായി സംസാരിച്ചു. ചുറ്റുമുള്ളവരിൽ പലരും കാവ്യ അനുകൂലിച്ചിട്ടും ഇയാൾ വിട്ടില്ല. ഇടയ്ക്ക് കാവ്യയ്ക്ക് ഇയാളോട് കുറച്ച് നീരസത്തോടെ സംസാരിക്കേണ്ടി വന്നു. ഒടുവിൽ വോട്ട് ചെയ്യാതെ ആണ് കാവ്യ മടങ്ങിയത്. പിന്നീടൊരിക്കൽ കാവ്യ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇലക്ഷന് പോകുമ്പോൾ വരിയിൽ നിൽക്കണമെന്ന് ശരിയായ കാര്യമാണ്. ഞാനത് തെറ്റിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട്. ചാനലുകാരെല്ലാം വെയിറ്റിംഗ് ആണ്. കാവ്യ വരാത്തത് കൊണ്ട് വേറെ സ്ഥലത്തിലേക്ക് അവർ പോകുമെന്ന് പറ്റില്ലെന്നും പറഞ്ഞു. അവരുടെ നിർബന്ധം കാരണമാണ് അവിടം വരെ എത്തിയത്. എത്തിയിട്ടും ആരൊക്കെയോ മുന്നിലേക്ക് എത്തിച്ചു. അച്ഛനും അമ്മയും ക്യൂവിലാണ്. ഇപ്പോൾ വന്നാൽ കാവ്യയ്ക്ക് വോട്ട് ചെയ്യാം എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു. അങ്ങനെയാണ് പോയത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അകത്ത് കയറി നിൽക്കണമെന്ന് അവർ പറഞ്ഞു. പ്രശ്നമായപ്പോൾ ക്യൂവിൽ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. മോൾ ഇവിടെ നിന്നോ എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ വരിയുടെ ഏറ്റവും പുറകിൽ നിൽക്കണമെന്നായിരുന്നു പ്രശ്നമുണ്ടാക്കിയ ആൾ. അയാൾ വളരെ മോശമായി സംസാരിച്ചു. അതെനിക്ക് വളരെ വിഷമമുണ്ടാക്കി. ആ പറഞ്ഞ ചാനലൊന്നും വന്നിട്ടില്ല. മോശമായി സംസാരിച്ചപ്പോഴാണ് എൻ്റെ അച്ഛന് ദേഷ്യം വന്നതും അന്ന് കാവ്യമാധവൻ ഓർക്കുന്നു.